പോവാ. അപ്പൊ ഗായ്സ് എന്നത്തെയും പോലെ ഞങ്ങള് ഇന്ന് ഇറങ്ങിട്ടോ. ഇന്നത്തെ നമ്മളെ യാത്ര ചിറ്റാരിക്കൽ ഭാഗത്തോട്ട് പോണം. അപ്പൊ അങ്ങോട്ട് പോവാണ്. ഇച്ചു രണ്ടാളുണ്ടെന്ന് കമ്പനിക്കിട്ടോ. 2 ദിവസം സ്കൂളില്ല. 2 ദിവസം ഒന്നും കൂടി അല്ലേ ഉള്ളൂ. ഞായറാഴ്ച അല്ലെന്ന് കഴിഞ്ഞു. നാളെ ഉണ്ടല്ലോ. അതെ. അപ്പൊ അങ്ങനെ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിയുള്ളൂ. ലച്ചുകുട്ടി എന്നത്തെയും പോലത്തെ ഒരേ റൂട്ട് തന്നെ അല്ലേ? എന്നത്തെയും പോലത്തെ റൂട്ട് തന്നെയാണ്. ഒടയഞ്ചാൽ പരപ്പ റൂട്ടാണ്. ബാറ്ററി മേടിച്ചോ? പൈസ ഒക്കെ തട്ടാ പോണേ. 20 പിന്നെ 120 രൂപ ഉണ്ടോ? എത്ര ഒരു ബാറ്ററിക്ക്? 10 റുപ്യ 6 റുപ്യ. ചെറുതിന് 50 റുപ്യ ഒന്നും ഇല്ല. 10-12 എറ്റുള്ളൂ. അല്ലേ? അങ്ങനെ നമ്മള് മെയിൻ റോഡിലോട്ട് കേറിട്ടോ. നമ്മളെ പാണത്തൂര്, ഇപ്പൊ കാഞ്ഞങ്ങാട് പാണത്തൂര് ഹൈവേ ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് ടൗണുകളൊക്കെ കടന്ന് നമുക്ക് ഒടയഞ്ചാലിന്ന് കേറിപ്പോ. അപ്പൊ നമുക്ക് അവിടുന്ന് കാണാല്ലേ ഒടയഞ്ചാൽ എത്തിയിട്ട് നമ്മളെ ഈ ടൗണുകളെല്ലാം നമ്മള് എപ്പോഴും കാണിച്ചു കൊടുക്കാല്ലേ. അതെ, നമ്മളെ പമ്പ് HP. അപ്പൊ നമുക്ക് കുറച്ചങ്ങോട്ട് എത്തിയിട്ട് കാണഞ്ഞ്. നല്ല ടേസ്റ്റ് ആണ് അവിടെ. അപ്പൊ നമുക്ക് ഇനി അവിടുന്ന് കാണട്ടോ. എന്താ സാധനം? എന്തിന്റെയോ ഒരു മെഷീൻ, എന്തിന്റെയോ പാർട്സ് ആണല്ലേ? മലയാളത്തിലാക്കി. ഞാൻ ഏത് പുതിയൊരു ബസ് എഴുതി. അതാ എപ്പോഴും കാണുന്ന ബസ് തന്നെ. ഒരു മലയാളത്തിലാക്കി സ്റ്റിക്കർ. ബസ്സടാ, അക്സം എന്ന് പേരുള്ള ബസ് ഇതിൽ എപ്പോഴും ഓടുന്നതാണ്. പാണത്തൂര് കാഞ്ഞങ്ങാട് പോണത്. പേരോല് ഇംഗ്ലീഷ് മാറ്റി മലയാളത്തിലുണ്ടാക്കിയ സ്റ്റിക്കർ. പുതിയ സ്റ്റിക്കറാണ്. കണ്ടപ്പം മനസ്സിലായില്ല. മനസ്സിലായോ? പഴയ സ്റ്റിക്കർ പറിച്ചിട്ട് പുതിയ സ്റ്റിക്കർ ഇംഗ്ലീഷിലാണ് എഴുതിയത്. സ്വർഗ അതിന് പറിച്ചിട്ടാണ് നമ്മള് മലയാളത്തില് സ്വർഗാണ് 3 അക്ഷരത്തിലാണ്ട് എഴുതി. എങ്ങനെ ഉണ്ടാവും? ഏതൊക്കെ ഈ വണ്ടി ആയിരുന്നു അല്ലേ? അത്രേ നമ്മള് വിചാരിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മള് 7-ാം മൈലിക്കൊക്കെ എത്താനായിട്ടോ. 10:15 എത്തുമായിരിക്കും. 10:15 നല്ല സുന്ദരിയാണ്ടേ പോണ്. ആ വണ്ടീന്റെ പേരുണ്ടോ? സായിക്ക് ചിഹ്നം ഇട്ടു. സു ആക്കി. നായുടെ പകുതിയും ദായുടെ പകുതിയും എന്താ? രായ്ക്ക് വള്ളിയിട്ട് സുന്ദരി. വണ്ടി കൊണ്ടോ? ഒന്ന് പിടിച്ചോ, പേച്ച് പിടിച്ച ഇതിലെ പോയ കുറ്റിക്കുൽക്കല്ലേ റോഡ്? ഇങ്ങോട്ട് പോയേക്കാം നമുക്ക്. ഈ റോഡ് കൂടി ഒന്ന് കാണണ്ടേ നമുക്ക്? 7-ാം മൈലിന് മേലേക്ക് പോലെ കുറച്ച് എണ്ണപ്പാറ വഴി നമ്മളതിലെ പോവാണെങ്കിൽ ഒടയഞ്ചാല് വഴിയാട്ടോ പോവാ. ഇതിലെ എണ്ണപ്പാറ റൂട്ടാണിത്. നമുക്ക് ഇവിടുന്ന് മുക്കുഴി എത്തിയിട്ട് തിരിഞ്ഞു പോണം. കിച്ചുവിന് അറിയാൻ വഴിയല്ല. കിച്ചു പറഞ്ഞുതരും വഴിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട്. അങ്ങനെ നമ്മള് മുക്കുഴി എത്താനായിട്ടോ. ഇവിടെ ഒരു ഭയങ്കര ഒരു വളവാണിത്. പെരും വളവാ ഇവിടെ. കണ്ണാടി ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല. അങ്ങനെ മിറർ അവിടെ ഉള്ളതുകൊണ്ടല്ലേ ഗ്ലാസ് കണ്ണാടി. അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോണ്ടോ വണ്ടി ഉണ്ടോ എന്ന് കാണുന്നുണ്ടോ? വണ്ടി ഇല്ലല്ലോ. അപ്പൊ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ കയറിപ്പോ. അവിടുന്ന് വണ്ടി വരുന്നുണ്ടോ? അല്ല
അവിടുന്ന് വരുന്ന കണ്ടില്ല നിങ്ങള്? കണ്ടില്ലേ ജി? ഞാൻ കണ്ടു. ഇതാണ് മുക്കുഴി. മുക്കുഴി എന്ന് പറയുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് കടകളൊക്കെ കുറെ അടവാണ്. നമുക്ക് ഇവിടുന്ന് കേറി പോണം മേലേക്ക്. ഇനി നേരെ നമ്മള് ഇടത്തോട് ചെന്നാണ്ടെത്തും. വെള്ള സാധനമാണ് വണ്ടി, അപ്പുറത്തുനിന്ന് വരുന്ന വണ്ടി. അത് വെയിലായോണ്ട് നമുക്ക് മനസ്സിലാകാൻ പറയണ്ടേ, അങ്ങനെ നോക്കണ്ടേ കേട്ടോ, ഇല്ലെങ്കില് വണ്ടി കുത്തും. ഓക്കെ, എന്തോ ഒരു വെള്ള സാധനം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നില്ലേ, അതാണ് വണ്ടി. അപ്പൊ നമുക്ക് ഇടത്തോടെ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഈ റോഡിന് കുറെ അങ്ങോട്ട് പോരുമ്പോ അവിടെ ഭയങ്കര വളവാണ് കേട്ടോ. കുറച്ചുകൊണ്ട് എത്തുമ്പോ പെരും വളവല്ല ഇവിടെ, 2-3 വളവ്. ഈ റോഡിന് വരുമ്പോ അങ്ങനെ കുത്തി കുലുക്കാണ്, ഒരു ഇളക്കാണ് വണ്ടിക്കല്ലേ. ദൂരം കുറച്ച് കുറവുണ്ട്. അതല്ലേ, പെരും വളവാണ്. വേറൊരു വണ്ടി ഇവിടെ വരുന്നത് ചിലപ്പോ വേഗം കാണൂല. സിഗ്നല് ഞാൻ കണ്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ഇതിക്കല്ല നോക്കണേ. വളവല്ലേ, ഇവിടെ വളവിന്റെ സിഗ്നൽ തന്നെ ഉണ്ടാവുള്ളൂ. എന്നെ പോലെ ഓനാ സിഗ്നല് എന്നാക്കി കള്ളത്തി. അടുത്ത് കളവ് റായോ കേട്ടോ, കൂറിയത് അങ്ങ് മേലെ ക്രഷറാണ് കാണുന്നത്. ഇടത്തോട്ട് നല്ല വളവുണ്ട്. റബ്ബർ വെട്ടുന്നുണ്ടല്ലോ ഇവിടെയോ? ഈ റോഡ് പിന്നെ ഈ റോഡ് എന്ന് പറഞ്ഞാലേ അതേപോലെ കുത്തിക്കുരുക്കാണ്. നമുക്ക് അപ്പുറത്തെ റോഡ് നല്ല സുഖമുണ്ട് അല്ലേ, നല്ല റോഡ്. പ്രഷറാണ് കാണുന്നത്, പ്രഷറിലോട്ട് പോണ റോഡാണ്. നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് ഇടത്തോടാണ് കേട്ടോ. നമ്മള് ഇപ്പൊ ഇങ്ങോട്ട് വന്നെത്തി. നമ്മള് എന്താ പറയാ, ഒടയഞ്ചാലിന്ന് വരുമ്പോ നേരതാ ഇതിലേ വരിക. വണ്ടി ഇല്ല. പോട്ടെ. നമ്മള് ഇവിടെ നമുക്ക് അടുത്ത ടൗൺ പരപ്പയ്ക്കാണ്. ഇതാണ് എളുപ്പം, പെട്ടെന്ന് എത്തും കേട്ടോ. പെട്ടെന്ന് എത്തും, പക്ഷെ റോഡ് കുറച്ച് കുത്തിക്കുലുക്കാന്നേ ഉള്ളൂ. 10 മിനിറ്റ് മുന്നേ എത്തും. റബ്ബറുകൾ മൊത്തം തെളിച്ചു തുടങ്ങിയിപ്പം. എല്ലായിടത്തും ഇപ്പൊ വരുന്ന വഴി എല്ലാം കണ്ടേന്. എല്ലാവരും ടാപ്പിങ് തുടങ്ങിയില്ലേ, മഴ കുറഞ്ഞപ്പോ. ഇടയ്ക്കാ ഓട്ടോറിക്ഷന്റെ പോകാം, ഭയങ്കര പോക. ലച്ചു ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ലച്ചുവിന് എന്തോ സങ്കടപ്പെട്ടിട്ടുണ്ട്. ലച്ചു പറയുക, ലച്ചുവിന് ഇനി ഉറങ്ങാനായി. അതാണ് ഇങ്ങനെ മയക്കം പിടിച്ച് ഇങ്ങനെ ഇരിക്കണത്. മയക്കം പിടിച്ച് വരുന്നുണ്ടോ? കിച്ചു ഉറങ്ങോടാ? ഉറങ്ങോ നീയോ? ഉറങ്ങണമെന്നൊക്കെ ഉണ്ടല്ലേ. അങ്ങനെ നമ്മള് ഇടത്തോട് ടൗണ്. ബാറ്ററി ഇപ്പൊ എന്തിനാ വൈകുന്നേരം പോരെ? ബോംബെ സർക്കസ് ഇന്ത്യ വേൾഡ് ഫേമസ് ഇത്യോപ്യൻ റഷ്യൻ. എവിടെയാ നോക്ക്. നക്ഷത്ര ഓഡിറ്റോറിയം കാഞ്ഞങ്ങാട്. ഡെയിലി 3 ഷോ, 1 PM, 4 PM, 7 PM. ഇത് കാഞ്ഞങ്ങാട് പോണ ബസ്സാണ് കേട്ടോ. പന്തേ പിള്ളേര് പന്ത് തട്ടി. പന്ത് എടുത്തോണ്ട് പോയോ? ഓ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. പന്ത് റോഡിലോട്ട് വീണ്. അതിന് നിർത്തി കൊടുത്താ? അതാണ് ബസ് അതിൽ എങ്ങനെ വന്നത്. ഞാൻ
ഞാനും കരുതി എന്താ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ട്. അപ്പൊ നമ്മളിതാണ് അങ്ങനെ നമ്മള് ഇപ്പൊ എത്തിയിരിക്കുന്നതാണ് പരപ്പ ടൗണിലോട്ട് കേട്ടോ. പരപ്പ ടൗണൊക്കെ വലിയ ടൗണാണ്, നമ്മളെപ്പോഴും കാണിച്ചു തരുന്ന തന്നെയാ. എൻ്റെ റോമൻ ബസ് ട്രിപ്പില്ലേ കരിംലാല വണ്ടിയുടെ പേരോ? അധോലോക വണ്ടിയാണല്ലോ. അധോലോകാണ്. കൊറേ കടകള് അടവാണ് കേട്ടോ. ഇതാണ് നമ്മ പരപ്പ ടൗണ്. ആ ഒട്ടുമിക്ക എല്ലാ കടകളും അടവാണെന്ന്. ഞായറാഴ്ച അല്ലേ? ചിലതൊക്കെ ഉള്ളു. ഡീസൽ നമുക്ക് ഇവിടുന്ന് അടിക്കാം അല്ലേ? ആ ഇവിടുന്ന് അടിച്ചിട്ട് പോവാം. വെള്ളരിക്കുണ്ടെന്ന്. അങ്ങനെ നമ്മ പരപ്പ ടൗണ് കഴിഞ്ഞു. പരപ്പ ടൗണിനോട് വിട പറഞ്ഞു. ഇതാണ് നമ്മള് വീഡിയോക്കകത്ത് പറയുന്ന പരപ്പ ടൗൺ. പരപ്പേന്ന് ഏകദേശം ഇത്ര കിലോമീറ്റർ അകലത്തിൽ എന്ന് പറയുന്ന ടൗൺ. അതെ. പമ്പൊക്കെ ഉണ്ട് കേട്ടോ, പെട്രോൾ പമ്പ് ഉണ്ട്. സെന്റ് ജോർജ് ചെറുപുഴ ഒടയഞ്ചാല് പോണ ബസ്സാണ്. ഒടയഞ്ചാലിന് ചെറുപുഴ, ചെറുപുഴന്ന് ഒടയഞ്ചാല്, ചിറ്റാരിക്കൽ, കുന്നുങ്കൈ, ഭീമടി, വെള്ളരിക്കുണ്ട്, പരപ്പ. സൈഡ് പോട്ടെ പോട്ടെ പോണ്ട 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 വളവാ. റിമോട്ട് കാർ. ഫുള്ളിങ്ങനെ വളവും തിരിവല്ലേ? ഇങ്ങോട്ട് പോകുന്നത് ഫുള്ള് വളവാണ് അല്ലേ? വളവ് തിരിവ്, വളവ് തിരിവ്. ഉറങ്ങട്ടെ. നമ്മള് മുന്നിൽ കയറി. അങ്ങനെയാണ് നല്ല ഡ്രൈവർമാര്. ഏയ് അങ്ങോട്ടൊന്ന് പോകാൻ തന്നെ വയ്യ. കോഴിക്കോട്, മലപ്പുറത്ത് അതിലൊക്കെ എന്തൊരു സ്പീഡാണോ അതില് പോണല്ലേ? ബസ്സുകളല്ലേ? പേടിയാവും. പറക്കാണ് എല്ലാരും. അങ്ങനെ ഇപ്പൊ നമ്മള് കൊറേ കിട്ടത്തിയോണ്ട് നോക്കിയ ബൊലീറോ പോണത്. അരിവാൾ സിറ്റിക്കൊക്കെ വെച്ച് പോകണ്ടല്ലോ മറ്റേ വണ്ടിയുടെ മുന്നില്. ഇലക്ഷനൊക്കെ ആകാനായില്ലേ? അടുത്ത മാസല്ലേ? അടുത്ത 11-ാം തീയതിയാണ്. ഇനിയിപ്പോ അതിന് ഇലക്ഷന് പോകേണ്ടി വരും അല്ലേ? നാട്ടിക്ക് വോട്ട് ചെയ്യാൻ പോണ്ടേ? ഓ ഇത് നോക്കി ഇവിടെ സൈഡിലെല്ലാം ഫുള്ള് കോൺക്രീറ്റ് ഇതാക്കിയത്, ചാല് അല്ലേ? ചാല് നിർമ്മാണം. എങ്ങട്ടാണ്? നമ്മളെ വെള്ളരിക്കുണ്ട് ടൗൺ ഇതാണ്. ഇവിടുന്ന് തുടങ്ങുകയാണ്. വാർപ്പിന്റെ മേലെ ഫുള്ള് ചെടികള്, കടലാസ് പൂവെല്ലാം. കോട്ടേഴ്സാ തോന്നുന്നുണ്ട് അവിടെ മേലെ. ചെടികളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ ഒന്നും പ്രത്യേകിച്ച് തിരക്കും സംഭവങ്ങളൊന്നും കാണൂല. ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാം അടച്ചിട്ടേക്കാണ്. കുറച്ച് കടകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ. പലചരക്ക് കടകളും. കല്യാണം ഉണ്ടോ അവിടെ? എന്തൊക്കെയോ ഉണ്ടാവും. ആൾക്കാരെങ്ങനെ പോകുന്നു? നമുക്ക് പോയാ നമുക്ക് നേരെ പോകല്ലേ? നമ്മള് നേരല്ലേ? ഇതിലെ പോകണ്ടല്ലോ. ഇതിലെ മാലവും ഒക്കെ പോണ വഴിയാട്ടോ. അതില് പോണോ? ഉണ്ടല്ലേ? ഓ ഇതിലല്ലേ പോണേ. അങ്ങനെ വെള്ളരിക്കുണ്ട് ടൗണ് കഴിഞ്ഞു. ഇനി അടുത്ത ടൗൺ നമുക്ക് ഭീമനടിയാണ്. ഭീമനടി കഴിഞ്ഞ് ചിറ്റാരിക്കല്. അങ്ങനെ നമ്മള് ഭീമനടി എത്തിയിട്ടപ്പോ കൊറേ ദൂരം ഇപ്പൊ ഇങ്ങനെ പോകും നമ്മള്. നേരെ നീലേശ്വരം, കുന്നുങ്കൈ, ഇടത്തോട്ട് ചെറുപുഴ. നമുക്ക് എത്തേണ്ട ചെറുപുഴക്കാണ്. ആ അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് ചെറുപുഴ, ചിറ്റാരിക്കൽ ചെറുപുഴ റോഡിലൂടെ കേറിട്ടോ. ഇങ്ങനെ പോണം നമുക്ക് ഈ റോഡിന്. ഇവിടുന്ന് എന്തായാലും ദൂരം ഉണ്ടാവും. ഒരു 1 മണിക്കൂറൊക്കെ പോകേണ്ടി വരുമോ ഇവിടുന്ന്? അല്ലേ? ഒരു 10-15 മിനിറ്റ് അല്ലേ?
11 മണിക്ക് എത്തൂലേ 10 മിനിറ്റ് കൊണ്ട് എത്തൂലേ എന്നിട്ട് പിന്നെ അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ റോഡൊന്നും അല്ലേ? പോയി നോക്കാം. നല്ല കഫക്കെട്ടുണ്ടല്ലേ? ഐസ്ക്രീം തിന്നതാണ് പറ്റിയത്. ഐസ്ക്രീം ഫ്രൂട്ട് സലാഡ് അല്ലേ? സലാഡ്. അങ്ങനെ വെച്ച് പിടിക്കും നമ്മള്. ഇങ്ങോട്ട് പിന്നെ കയറി കഴിഞ്ഞാൽ വലിയ വണ്ടികളൊന്നും അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഓരോന്നിങ്ങനെ വരുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇപ്പൊ ഞായറാഴ്ച അധികം ആരും പുറത്ത് ഇറങ്ങാൻ ചാൻസ് ഇല്ല അല്ലെ? ഈ ടൈമിലൊന്നും. ശരിക്കും ശനി ഞായറല്ലേ കടകൾ തുറക്കേണ്ടത്. എല്ലാവർക്കും ലീവ് ഉള്ളത്. അന്നാണ് എല്ലാവർക്കും ലീവ് ഉണ്ടാവുക. വൈകുന്നേരങ്ങളിലേ അതിന് എല്ലാരും പുറത്തേക്ക് ഇറങ്ങുള്ളൂ. പകൽ അങ്ങനെ ഉണ്ടാവില്ല. രാവിലെ ഉച്ചയ്ക്കും ഉണ്ടാവില്ല. ഇവിടെ പുതിയൊരു വീടിന്റെ പണി കഴിഞ്ഞ് താമസം തുടങ്ങി വന്നല്ലേ? നല്ല രസമുള്ളൊരു വീട്. അത് ഞാൻ എന്നും വരുമ്പോ നോക്കും. പുറത്തെങ്ങാണ്ട് താമസമായിട്ടുള്ളൂ. ഇതാണ് മാങ്ങോട് പാലം. ഇവിടെ നമ്മളൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കവുങ്ങൊക്കെ നല്ല രസമുള്ള തോട്ടല്ലേ? നല്ല നിരപ്പായ സ്ഥലം. പശുവൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പശുവോ പോത്തൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ അഴിച്ചോടുമ്പോ ഇങ്ങനെ അല്ലേ കൊണ്ടേ ഇങ്ങനെ കെട്ടി പുല്ലൊക്കെ നിന്ന് നടക്കണത് കാണാൻ നല്ല രസമായിരിക്കും. അതിന്റെ കാറുകാരനോട് നിർത്തിയേ. അത്ര സ്ഥലം പോരാ. ഇവിടെ പള്ളി ഇതോട്ടെ വരക്കാടുള്ള പള്ളി. വരക്കാടല്ല, ഇത് നർക്കലക്കാടോ? ഇത് വരക്കാട്. നർക്കലക്കാടാ? ഞാൻ നർക്കലക്കാട്. കാറുകാരന് സ്ഥലം പോരാട്ടോ. അതൊന്നും റോഡ് മൊത്തം എടുക്കുന്നുണ്ട്. എങ്ങോട്ടാണ്? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാഞ്ഞ് കേറി പോണ്. പഠിക്കുക തമ്പുരാനറിയാം. നടുവ് കൂടെ ഒക്കെ പോണുണ്ട് അല്ലേ ഇടയ്ക്ക്. ഇങ്ങനെ കുറച്ച് പഠിക്കാവുമ്പോ എന്തായാലും അവർക്ക് തോന്നി നമ്മളെ കാറ് ഇത് കൂടെ അത്രയും സ്ഥലം പോരാ. അപ്പൊ ഒരു നടുവ് കൂടെ ഒക്കെ എടുക്കും. പഠിക്കാല്ലേ? പതുക്കെ പോണ് വേറെ വണ്ടി വരുമ്പോഴെല്ലാം. ഇനി പെട്ടെന്ന് നമ്മളൊന്ന് മുന്നിക്കാണ്ട് കേറുമ്പോ ഉണ്ടാവും ഓൾക്ക് പള്ളേനുള്ള ഒരു കാഴ്ച അല്ലേ? വണ്ടി കയറി അതതിലെ പൊയ്ക്കോളും അറിയാം. അപ്പൊ അടുത്താള് സ്ലോ ആക്കണില്ല. എസ്റ്റേറ്റുകളായില്ലേ? റബ്ബർ എസ്റ്റേറ്റ്. റബ്ബർ എസ്റ്റേറ്റ്സ്. എല്ലാം അങ്ങോട്ട് ഒതുക്കണില്ലട്ടോ. സ്ലോ ആക്കണില്ലല്ലോ. വെച്ച് പിടിക്കാണല്ലേ? റബ്ബറിന്റെ ഇല ഫുള്ള് ഇല പോയി കിടക്കുക കേട്ടോ. എന്താല്ലേ റബ്ബറൊക്കെ വേറെ തന്നെ കാണാം. അങ്ങ് മലേന്റെ മണ്ടയ്ക്കുള്ളതിൽ നമുക്ക് പെട്ടെന്ന് കണ്ടാ തിരിച്ചറിയും. എല്ലാത്തിലും ഉണ്ടോ ഓരോ 2-4 ഇല വെച്ചിട്ട്. ഡിസംബർ കഴിഞ്ഞ് ജനുവരി ആണ് ഇല വരണമെങ്കിൽ. അങ്ങനെ നമ്മളിപ്പോ എത്താൻ പോണതാണ് നമ്മളെ ചിറ്റാരിക്കൽ ടൗണിലോട്ട് കേട്ടോ. എത്താനായി. ഭയങ്കര വളവും കൊണ്ട് നോക്കിയേ. എസ് വളവ്.
ഭയങ്കര വളവാണ് കേട്ടോ. ഒടിച്ചുത്തി വളവ് ലയിച്ചോ. ഇവിടെ അതാ പേര് ഒടിച്ചുത്തി വളവോ എന്താണ് പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അന്റെ ജീപ്പ് എന്താണ് നിർത്തിയിട്ട് ഏതാനും മിനിറ്റുകൾക്കകം നമ്മൾ ചിറ്റാരിക്കൽ ടൗണിലോട്ട് പ്രവേശിക്കുന്നതാണ്. നല്ല റോഡ് ഇങ്ങോട്ട് എത്തിയപ്പോ നല്ലത്. ചിറ്റാരിക്കലൊക്കെ അറിയില്ല നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ അല്ലേ. ഏത് ഭാഗത്തു നിന്നാണ് നിങ്ങൾ വീഡിയോ കാണുന്നത്, സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ കൊടുക്കാണ്ടെങ്കിലൊക്കെ വിളിച്ചോ. നമ്മൾ പിന്നെ പരസ്യമൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ്. ഒരു മലയോര മേഖലയല്ലേ ചിറ്റാരിക്കല്, ചെറുപുഴ എന്നൊക്കെ പറയണത്. പിന്നെ കാഞ്ഞങ്ങാട് അങ്ങോട്ടുള്ള ആൾക്കാർ പറയാ കിഴക്കോട്ടാണ് വയ്ക്കും. കിഴക്കോട്ട് ആണ് നമ്മളെ ചിറ്റാരിക്കൽ പള്ളി. വലിയ പള്ളിയാണ്. നമ്മള് ചിറ്റാരിക്കൽ ടൗണിലേക്ക് എത്തിയപ്പോ നേരെ പോയിട്ട് അതിലങ്ങനെ ഇറങ്ങാം. നമുക്ക് നേരെ പോകാം. ഇവിടെ നിന്നാണ് നമുക്ക് ഒരാളെ കൂട്ടണം, അവരെയും കൂട്ടിയിട്ട് പോണം വീഡിയോ എടുക്കാൻ. ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ ഉണ്ടോ? അങ്ങനെ നമ്മള് ചിറ്റാരിക്കൽ ടൗണിലെത്തി. ഇപ്പം ബസ് സ്റ്റാൻഡൊക്കെ അവിടെയാണ്. അങ്ങോട്ടല്ലേ? അവിടെ നമുക്ക് ഇങ്ങോട്ടല്ലേ പോണ്ടേ? വണ്ടിയില്ല പോലെ പോട്ടെ. ഇതാണ് നമ്മുടെ ചിറ്റാരിക്കൽ ടൗൺ. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാല് ചിറ്റാരിക്കൽ ടൗൺ വരെയാണ് കേട്ടോ. മൊബൈൽ കവർ 99 റുപ്യ എഴുതിച്ചിട്ടുണ്ടോ? മൊബൈൽ കവറോ? എന്റെ മൊബൈലിൽ ഒരു കവറാണ്. കവർ മേടിക്കണം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മള് ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. നമുക്ക് ഇനി ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോകണം. അതുകൊണ്ട് നമ്മള് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ? അതെ, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളെ സ്ഥലങ്ങൾ ഏതൊക്കെ നമ്മളെ ഈ ഒരു ഏരിയയിലോ കണ്ണൂർ ജില്ലയിലോ കാസർഗോഡ് ജില്ലയിലോ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. ഞങ്ങളുടെ നമ്പറൊക്കെ വീഡിയോക്കകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.